ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ പൗരുഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈസ്റ്റർ എന്ന പേരിൽ ധാരാളം പ്രോഗ്രാംസ്, ചടങ്ങുകൾ ലോകമെങ്ങും നടക്കുന്ന ഈ കൂട്ടത്തിൽ ഒരു ഉയർപ്പിൻ്റെ സന്ദേശവുമായിട്ട് പൗരുഷൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ആഘോഷമല്ല, ചടങ്ങല്ല, ഒരു സന്ദേശം. എന്താണ് ആ സന്ദേശം? ഏത് വലിയ നുണയും ഒരു മിനിമം സമയം കഴിയുമ്പോൾ പൊളിയും. എന്നാൽ സത്യം 3 ദിവസത്തിൽ കൂടുതൽ മൂടി വെക്കാൻ കഴിയില്ല. 3 ദിവസം എന്നൊരു കണക്കെന്നേ ഉള്ളൂ. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ, യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്, ജീവനോട് ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളിൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു, കാവൽക്കൂട്ടത്തിന് കാവൽ നിർത്തി. വീണ്ടും ഞാൻ 12ാമത്തെ വാക്യം വായിക്കാം. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. ആ വേണ്ടുവോളം എന്ന വാക്ക് മറക്കരുത്. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുവി. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ നുണക്കഥ, ഞാൻ നുണയെന്ന് ചേർക്കുക, ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരുന്നു. നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? കർത്താവ് മരിച്ചു. അത് എങ്ങനെ മരിച്ചു? അതിദാരുണമായ നിലയിൽ കൊല്ലപ്പെട്ടു. ബ്ലഡ് മുഴുവൻ വാർന്നൊഴുകി. ഒരു തുള്ളി രക്തം പോലും ശരീരത്തിൽ ഇല്ലാത്തൊരു മരണമായിരുന്നു. അങ്ങനെ കർത്താവ് മരിച്ചു. കർത്താവിൻ്റെ മാത്രം കാലൊടിച്ചില്ല. കാരണം അവൻ മരിച്ചെന്ന് ക്രൂരന്മാരായ റോമാക്കാർക്ക് പോലും മനസ്സിലായി. ഇടതുവശത്തും വലതുവശത്തും കിടന്നവരുടെ കാലൊടിച്ചു. അപ്പം മരിച്ചു എന്നുള്ളത് ഉറപ്പായി. അടക്കവും കഴിഞ്ഞു. പക്ഷേ ഈ പാർട്ടികൾക്കൊരു സംശയം. കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-ാം നാൾ ഉയർക്കും. മരിച്ചിട്ടും പേടിയ. നേരെ പീലാത്തോസിൻ്റെ ഓഫീസിൽ ചെന്നു. ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇവർ വന്ന് ബോഡി കട്ടുകൊണ്ട് പോയിട്ട് ഉയർത്തെന്ന് പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ ദോഷം? ബോഡി കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? മരിച്ചുപോയില്ലേ? ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്തു. ഇതാ സീല് കൊണ്ടുക്കോ, വെച്ചോ, മോട്ടിച്ചുകൊണ്ട് പോയാൽ നമുക്കറിയാമല്ലോ. ഈ സീലെല്ലാം പൊട്ടിച്ച് ഈ സെക്യൂരിറ്റിയെ മുഴുവനും നിഷ്പ്രഭരാക്കി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവരുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. ക്രൂശിച്ചാലും ഇത് തീരുകയില്ല, സീല് വെച്ചാലും ഇത് തീരുകയില്ല. ഇത് സത്യമാണ്. ഇത് ഏക സത്യമാണ്. ഇത് ഏക വഴിയാണ്. ഇത് ജീവനാണ്. എന്ത് സംഭവിക്കുന്നു? ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ചെക്ക് കൊടുക്കുക.
എത്ര വേണേലും എഴുതിയെടുത്തു. വേണ്ടുവോളം പണം ലോകത്തിൽ ആരെങ്കിലും കൊടുക്കൂ? എവിടെയെങ്കിലും എന്തിനെങ്കിലും വേണ്ടുവോളം പണം കൊടുക്കുന്നെങ്കിൽ അത് കള്ളത്തരത്തിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. വേണ്ടുവോളം പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു നുണ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ ഉറങ്ങിപ്പോയി. അന്നേരം അവൻ്റെ ശിഷ്യന്മാർ വന്ന് ബോഡി കട്ടുകൊണ്ടുപോയി. പക്ഷെ ആ നുണ ശരിയായിട്ടില്ല. കാരണം നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ്റെ ശിഷ്യന്മാരെ കട്ടുകൊണ്ട് പോയത്? നിങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയായിരുന്നു. അപ്പം പിന്നെ നിങ്ങളെല്ലാം പിടിക്കാൻ. അപ്പം നുണ ശരിയാവത്തില്ല. പല നുണ പറയേണ്ടി വരും. അവിടെ ഈ ഉയർപ്പ് ദിനത്തിൽ ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും നുണ പറഞ്ഞിട്ട് വേദനിക്കുന്ന ഒരാൾ എന്നെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ചർച്ചിലെ സഭായം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഈ ഒരു ദൂത് എനിക്ക് വേണ്ടി മാത്രം പാസ്റ്റർ പറഞ്ഞതാന്ന് പറഞ്ഞ് ഒത്തിരി കരഞ്ഞു. ഇങ്ങനെ ചിലരെയൊക്കെ തൊടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം. ഈ ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും കുറിച്ച് ദൂഷണം പറഞ്ഞ് വേദനിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചു, നുണയ്ക്ക് ആയുസ് കുറവാ. സത്യത്തെ മൂടിവെക്കാനും കഴിയില്ല. ഗാഡ് ബ്ലെസ് യു.